നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 അക്കൗണ്ടൻസിയിൽ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു പുതിയൊരു AI ടൂളുള്ളൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിയോ ഹോം ട്യൂഷൻ എന്നാണ് ആപ്പിൻ്റെ പേര്. സോ നിങ്ങളെല്ലാവരും ആ ആപ്പിലേക്ക് തീർച്ചയായും ജോയിൻ ചെയ്യണം. നമ്മൾ തുടരെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. അതിനെ തുടർന്ന് നമ്മൾ ആ ആപ്പിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ ആ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. പിന്നീടുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, അടുത്ത വീഡിയോസിൽ എന്ത് ചെയ്യാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഒരു ബിസിനസ്സാണ് എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ, ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും. വെറുതെ അവർ ഇൻവെസ്റ്റ് ചെയ്യുമോ, അവരൊരു റിട്ടേൺ പ്രതീക്ഷിക്കില്ല, ഒരു ഇൻട്രസ്റ്റ് പ്രതീക്ഷിക്കും. അതിനെയാണെന്ന് പറയുക ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുക. ഓക്കെ, ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ഒരു കുഴപ്പമുണ്ട്. എന്താ ചോദിച്ചാൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു പാർട്ട്ണർ 1 കോടി റുപ്യ കൊണ്ടുവന്നാലും അയാൾക്ക് എന്ത് കൊടുക്കേണ്ടതില്ല, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര കൊടുക്കണമെന്ന് എന്ത് ചെയ്തിട്ടില്ല, പരാമർശിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. എങ്കിൽ 6% ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ബേസ് ചെയ്തിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നിങ്ങൾക്കത് വ്യക്തമാവില്ല. അടുത്ത പോയിൻ്റാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിന് കിട്ടുന്നതാണ്. ഇപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് പുറമെ ഫേമിന് എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് ലോൺ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റാണ്. അത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിർബന്ധമായും ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിരിക്കണം, പാർട്ട്നേഴ്സിന് കൊടുത്തിരിക്കണം. 6% വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുക, പാർട്ട്നേഴ്സിന് കൊടുക്കുക. ഇത് വെദർ പ്രോഫിറ്റ് ഓർ ലോസ്, നിങ്ങൾക്ക് ഈ കേസിൽ ലാഭമാണെങ്കിലും ശരി നഷ്ടമാണെങ്കിലും ശരി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, വെദർ ദർ ഇസ് എ പ്രോഫിറ്റ് ഓർ നോട്ട്, നമ്മൾ നിർബന്ധമായും എന്ത് കൊടുത്തിരിക്കണം, പാർട്ട്നേഴ്സിന് ഈ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. 4ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. നമുക്കറിയാം, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്നൊരു എമൗണ്ട് ആണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് അവരെന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായും പലിശ കൊടുത്തിരിക്കണം. പക്ഷേ ഇതിലൊരു കണ്ടീഷനാണ് കേട്ടോ. എന്താ വെച്ചാൽ അതും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇൻട്രസ്റ്റ് ഡ്രോയിങ്സിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, പാർട്ട്നേഴ്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സേ നോ എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ദെൻ ലാസ്റ്റ് വണ്ണാണ്, 5th പോയിൻ്റാണ് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. എന്താ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സാലറി, ഒരു കമ്മീഷൻ, അങ്ങനെ എന്തെങ്കിലും പാർട്ട്നേഴ്സിന് കൊടുക്കുക, അതിനാണ് എന്ന് പറയുക റെമ്യൂണറേഷൻ എന്ന് പറയുക. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെന്നുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ്റെ കണ്ടീഷനിൽ എന്താണ്, നോ ആണ്, അവർക്കത് കിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ബേസിലാണ്, അതിന് ബേസ് ചെയ്തിട്ടാണ് ഓരോ പോയിൻറ്റ്സ് പോകുന്നത്. ഓക്കെ, നമ്മളൊന്നും കൂടെ പറഞ്ഞു വരാം. 1ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞത് പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. നമ്മൾ പറഞ്ഞു ഈക്വലായിട്ടാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അത് 2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 1:1 എന്ന റേഷ്യോയിലാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. 2ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. അവർ കൊണ്ടുവന്ന ആ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും. ഇത് ഷുവറായിട്ട് ഒരു 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് 3rd വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോണാണ്. അത് പാർട്ട്നേഴ്സിന് കിട്ടേണ്ടതാണ്. അത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ലോൺ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിരിക്കണം, പാർട്ട്നേഴ്സിന് കൊടുത്തിരിക്കണം. 4th വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ്. അതും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പാർട്ട്നേഴ്സ് കൊടുത്താൽ മതി. 5th പോയിൻ്റ് എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ആണ്. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെന്നുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ്റെ കേസ് എന്താണ്, നോ ആണ്. അത് അവർക്ക് എന്ത് ചെയ്യില്ല, അത് കിട്ടില്ല. ഒരു റെമ്യൂണറേഷനും അവർക്ക് കിട്ടില്ല എന്നതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊരു ടോപ്പിക്കാണ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്.
ഈ മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള മെത്തേഡാണ് ഉള്ളത്. അത് നിർബന്ധമായി നമ്മളത് പഠിച്ചിരിക്കണം. ആദ്യം ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഇതിന് ഡിഫറൻസ് ഉണ്ട്. അത് 4 മാർക്കിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യനാണ്. പിന്നെ ഈ 2 മെത്തേഡിലും പ്രോബ്ലം ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ ആദ്യം മെത്തേഡിലേക്ക് പോകാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് മനസ്സിലാക്കേണ്ട ഒന്നാണ്. എന്ത് ചേഞ്ചിങ് ആണ്, എപ്പോഴും ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഒരവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, നിൽക്കില്ല, മാറിക്കൊണ്ടേയിരിക്കും. ചേഞ്ചിങ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് അക്കൗണ്ടുകൾ എന്ത് ചെയ്യും, വരയ്ക്കേണ്ടി വരും. അത് നമുക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരേ ഒരു അക്കൗണ്ട് ഇതിൽ വരയ്ക്കുന്നുള്ളൂ. അത് നമ്മൾ ഒരു അക്കൗണ്ടേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആ അക്കൗണ്ടാണ് പാർട്ട്നർ